ഇത് ചില വീടുകളിൽ ഞാൻ കണ്ട ഇൻഡോർ പ്ലാന്റുകളാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ വളരെ കൗതുകരമായിട്ട് തോന്നി, ആകർഷകമായിട്ട് തോന്നി. അതുകൊണ്ട് ഇതൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുമെന്ന് തോന്നി. ഞാൻ ടച്ച് ചെയ്തപ്പോൾ ഇത് നല്ല കനമുള്ളതാണ് ഇലകൾക്ക്. ആദ്യമേ വിചാരിച്ചത് ഇത് പ്ലാസ്റ്റിക് ആണെന്ന് വിചാരിച്ചത്. പക്ഷേ പ്ലാസ്റ്റിക് അല്ല, ജീവനുള്ള ചെടികൾ തന്നെയാണ്. അപ്പോൾ ഇത് വളരെ ആകർഷകമാണ് കണ്ണിന്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ദീർഘനാൾ ഈട് നിൽക്കുന്ന ഒന്നാണ്. നല്ല വില വരുമായിരിക്കും ഒരു പക്ഷേ. എനിക്കിന് വിലയെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇതുണ്ടോ, ഇത് വളരെ ആകർഷകമായ മറ്റൊരു ചെടിയാണ്. തൂങ്ങിക്കിടക്കുന്ന ഒരു നല്ല ഭംഗിയുള്ള പൂക്കൾ. ഇതും ഏത് എന്നോണമെന്ന് എനിക്കറിയില്ല. ഞാൻ വീട്ടിൽ കണ്ടപ്പോൾ എൻ്റെ വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ വളരെ ഭംഗിയുണ്ട്. ദീർഘനാൾ ഇതിങ്ങനെ നിൽക്കുമെന്നാണ് ഉടമസ്ഥൻ പറഞ്ഞത്. നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്ക് കമൻറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഇത് ഭിത്തിയിൽ കയറുന്ന ഒരു ചെടിയാണിത്. ഉണ്ടോ, കോൺക്രീറ്റ് ഭിത്തികളിലും കൽഭിത്തികളിലെല്ലാം നന്നായിട്ട് തന്നെ ഇത് കയറും. ഇത് ഏത് ഇനമാണെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഇതിൻ്റെ പേരോ കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ വളരെ ഭംഗിയുണ്ട്. ഒരു ഭിത്തി കംപ്ലീറ്റ് മൂടി അത് വരും. ഇത് അവരുടെ ഗേറ്റിൻ്റെ ഭിത്തിയാണ്. അത് കംപ്ലീറ്റ്, ആ പില്ലർ കംപ്ലീറ്റ് അത് കവർ ചെയ്തിട്ടുണ്ട്. അത് നല്ല ആകർഷണമാണ് കാഴ്ചയ്ക്ക്. വളരെ ഭംഗിയായിട്ടിത് നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ ചില ആളുകൾ പറയുന്നുണ്ട് ഇത് സിമെൻറ്റ് നശിപ്പിക്കുമെന്ന്. പക്ഷേ അങ്ങനെയല്ല. ഉടമസ്ഥൻ പറയുന്നത് കുഴപ്പമില്ല, നല്ലൊരു ചെടിയാണ്. നമുക്ക് വളരെ നമ്മുടെ ഭിത്തികളെല്ലാം കംപ്ലീറ്റ് കവർ ചെയ്യും. ഇതൊരു ചീരയാണ്. ചീര എന്ന് പറയുമ്പോൾ ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് കറി വെച്ച് കൂട്ടാൻ ഉപയോഗിക്കുന്ന ഒരു ചീരയാണ്. ഏതുതരം ചീരയാണെന്ന് എനിക്കറിയില്ല. അതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ അറിയാത്തതും കേൾക്കാത്തതുമായ എത്രയനവധി കാര്യങ്ങളാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്. ഒരു മഹാസൃഷ്ടാവായിട്ടുള്ള ദൈവം യഥാർത്ഥത്തിൽ നമുക്ക് കരുതൽ ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇത് മറ്റൊരു ചെടിയാണ്. ഇതിൻ്റെ പേരെനിക്കറിയില്ല. വളരെ ഭംഗിയുള്ള കായ്കൾ ഇതിലുണ്ടാകുന്നുണ്ട്. ഇത് പഴുത്ത് കഴിയുമ്പോഴാണ് ആ കളർ വരുന്നത്. പച്ചക്കായ്ക്കകത്ത് ആ ഒരു കളറില്ല. ഉണ്ടോ, അതിൻ്റെ പച്ചക്കായ ഇത് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പച്ചക്കായ കാണാം, പക്ഷെ അതിന് കളറില്ല. പഴുത്ത് കഴിയുമ്പോൾ നല്ല ചുവപ്പ് കളറ് അതിന് ലഭിക്കുന്നുണ്ട്. ഇതും ഏത് ചെടിയാണെന്ന് എനിക്കറിയില്ല. ഏതായാലും വളരെ വിസ്മയകരമായിട്ടുള്ള സൃഷ്ടിയാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്.